സഭയിലെ വളരെ പുരാതനമായ തിരുനാളുകളിൽ ഒന്നാണ് ധനഹ തിരുനാൾ എന്ന് പറയുന്നത്. ഈ തിരുനാൾ എല്ലാ സഭകളിലും ആചരിക്കുന്ന ഒരു തിരുനാളായിരുന്നു. നമ്മുടെ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് നമുക്കറിയാം 3 സഭാ പാരമ്പര്യങ്ങളാണ്. ഒന്ന് ഗ്രീക്ക്, ലത്തീന്, സുറിയാനി. 3 പാരമ്പര്യങ്ങളിലും ഈ തിരുനാൾ ആഘോഷിച്ചിരുന്നു. കർത്താവിൻ്റെ മാമോദീസ, കർത്താവിൻ്റെ പ്രത്യക്ഷീകരണം. ധനഹ എന്ന വാക്കിൻ്റെ അർത്ഥം വെളിപ്പെടുത്തുക, പ്രത്യക്ഷപ്പെടുക അർത്ഥമാണുള്ളത്. മാനിഫെസ്റ്റേഷൻ എന്ന അർത്ഥമാണ് ധനഹായിക്കുള്ളത്. ധനഹ തിരുനാൾ അറിയപ്പെട്ടിരുന്നത് ഫീസ്റ്റ് ഓഫ് ദി ലൈറ്റ്, പ്രകാശത്തിൻ്റെ തിരുനാൾ എന്നറിയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഈ തിരുനാളിലെ ഈ പെന്തക്കോസ്ത് തിരുനാൾ പ്രകാശിപ്പിക്കുന്ന വിളക്കുകൾ കത്തിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പ്രകാശമാകുന്ന മിശിഹായെക്കുറിച്ച് പ്രഘോഷിക്കുന്നത്. ദേവാലയവും പരിസരവും അതുപോലെ തന്നെ മുഴുവൻ ദീപങ്ങളുടെ കൊണ്ട് അലങ്കൃതമാക്കുന്നത്. ഇതിലൂടെ പ്രഖ്യാപിക്കുന്നത് ഈശോ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ. ആ ഈശോ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. പ്രദക്ഷിണമായിട്ട് നീങ്ങുന്ന സമയത്ത് പാടുന്ന ഒരു പാട്ടാണ് ഏൽപ്പയ്യ. അതൊരു സുറിയാനി പദമാണ്. ഏൽപ്പയ്യ, ദൈവം പ്രകാശമാകുന്നു. ദേവാലയവും പരിസരവും മുഴുവൻ ദീപാലങ്കൃതമായിരിക്കുന്ന തിരികളുടെ നടുവിലൂടെ നടന്നുകൊണ്ട് ജനം വിളിച്ചു പറയുകയാണ് ദൈവം പ്രകാശമാകുന്നു. ഇത് ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്. യോർദാൻ നദിയിൽ വന്നെത്തി ഗുരുവിനെ നേരിൽ ദർശിച്ചു. ദാസൻ ഗുരുവിനെ വന്ദിച്ചു. സത്യകരിച്ചായി ത്രിത്വം വെളിപ്പെടുത്തപ്പെട്ടത് ആദ്യമായി സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ത്രിത്വം വെളിപ്പെടുത്തപ്പെടുന്നത് കർത്താവിൻ്റെ മാമോദീസായുടെ സമയത്താണ്. ത്രിത്വവും ലോകത്തിന് വെളിപ്പെടുത്തപ്പെട്ട ഒരു സമയമായിരുന്നു കർത്താവിൻ്റെ മാമോദീസായുടെ സമയം.